ലാലേട്ടൻ പണ്ടേ പറഞ്ഞതാണ് നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. പക്ഷേ ആ ചെളി പിടിച്ച ബിസിനസ്സിലേക്ക് അധ്യാപനമെന്ന തൊഴിലിന്റെ മറവിൽ ഇറങ്ങിത്തിരിച്ച 3 മലയാളി സ്ത്രീകളുടെ കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഞെട്ടലാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. കാവ്യ, കീർത്തന, നീഷ്മ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നമ്മൾ മാറി മാറി കേൾക്കുന്ന പേരുകളാണിത്. ഒറ്റ നോട്ടത്തിൽ മാതൃകാ അധ്യാപകമാർ, സമൂഹത്തിന് സന്ദേശം നൽകുന്ന നന്മമരങ്ങൾ. എന്നാൽ ആ പെർഫെക്റ്റ് ഇമാജിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു മുഖമായിരുന്നു. എങ്ങനെയാണ് പോലീസ് ഇവരിലേക്ക് എത്തിയത്? എന്താണ് ഈ കേസിലെ വഴിത്തിരിവുകൾ? ജനറൽ ഡയറി പരിശോധിക്കുന്നു. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സസ് സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപിക ജോലി ചെയ്തു വരികയായിരുന്നു കീർത്തനയും കാവ്യയും നീഷ്മയും. മരുത്തോകര സ്വദേശിയും സ്പെഷ്യലിസ്റ്റ് സ്പോർട്സ് ഇൻസ്ട്രക്ടറുമാണ് കെ.സി. കീർത്തന. കൂരാച്ചുണ്ട് സ്വദേശിയും ചെറുവല്ലൂർ സ്കൂളിലെ ഓട്ടിസം സെന്റർ അധ്യാപികയാണ് കെ. കാവ്യ. വലിയ പറമ്പ് സ്വദേശിയായ വി.പി. നീഷ്മയാകട്ടെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 28-ന് 2 ഗ്രാം MDMA-യുമായി വടകര ആവിക്കൽ ബീച്ച് സ്വദേശിയായ സഫ്വാനെ കസ്റ്റഡിയിലെടുക്കുന്നതോടെയാണ് ഈ കേസിന്റെ തുടക്കം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ പോലീസ്, വടകര പോലീസ്, ലഹരി വിരുദ്ധ സ്ക്വാഡ് എന്നിവർ ചേർന്നുള്ള പരിശോധനയ്ക്കിടെയാണ് സഫ്വാൻ പിടിയിലാകുന്നത്. ഇയാളുടെ മൊഴിക്ക് പിന്നാലെയുള്ള അന്വേഷണമാകട്ടെ ആദ്യം എത്തിനിന്നത് BRCയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയായ കീർത്തനയിലായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ രഹസ്യ പരിശോധനകളിലും അന്വേഷണത്തിലും ഒരാളല്ല, ഒന്നിലധികം അധ്യാപികമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി. ആദ്യം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതും കീർത്തനയായിരുന്നു. അതിനകം തന്നെ അവരുടെ സംശയാസ്പദമായ രീതിയിലുള്ള ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളും ലഹരി ഉപയോഗവുമെല്ലാം പോലീസ് കണ്ടെത്തിയിരുന്നു. കീർത്തനയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസിലെ അടുത്ത കണ്ണിയായ കാവ്യയിലേക്ക് പോലീസ് എത്തുന്നത്. കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നും സംശയകരമായ രീതിയിൽ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് വന്ന വലിയ പണമിടപാടുകളാണ് ഇതിലേക്ക് നയിച്ചത്. ഇവരിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച പോലീസ് നീഷ്മയെയും ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സഫ്വാനും ഈ 3 അധ്യാപകരും മാത്രമായിരുന്നില്ല ഈ ലഹരിക്കണ്ണിയിൽ ഉണ്ടായിരുന്നത്. ഇരിട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ഏജന്റുമായിരുന്ന ജിജിൽ കുര്യാക്കോസിലേക്ക് അന്വേഷണ സംഘം അടുത്തതായി എത്തി. അധ്യാപകമാർ ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണം കൈമാറിയിരുന്നതിൽ ഒരാളായിരുന്നു ജിജി. ഏകദേശം 1 കോടിയോളം രൂപയാണ് ഇവർ വിവിധ അക്കൗണ്ടുകളിലൂടെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അധ്യാപകരടക്കം 5 പേരെയും അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരുടെ മൊബൈലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചിരുന്നു. അങ്ങനെയാണ് ഇതിലെ മുഖ്യ കണ്ണിയും 22-കാരനായ നിരവധി ലഹരി കേസുകളിലെ പ്രതിയായ വയനാട് ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബു ആണെന്ന ചിത്രം വ്യക്തമാകുന്നത്. കോഴിക്കോടും കണ്ണൂരും വയനാടും അടക്കമുള്ള ജില്ലകളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ ഷിൻഡോയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നു. അധ്യാപകരിൽ നിന്നും ജിജിലിയിലേക്കും ജിജിലിൽ നിന്നും ഷിൻഡോയിലേക്കും ഇതിലെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷിൻഡോ ഷിബുവിലേക്കും ധാരാളം ട്രാൻസാക്ഷനുകൾ ഇവരുടെ അക്കൗണ്ടുകൾ തമ്മിൽ നടന്നിട്ടുണ്ട്. അധ്യാപകരുടെ അറസ്റ്റിന് പിന്നാലെ ഷിൻഡോ സംസ്ഥാനം വിട്ടിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇനി ഷിൻഡോയെ പിടികൂടിയാലാകും ലഹരിക്കടത്തിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങളും കേരളത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലും ഇതുപോലെ അധ്യാപകർ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമാകുക. ഷിൻഡോ തന്റെ ലഹരി സംഘത്തെ വളർത്താൻ ഈ അധ്യാപകരെ എങ്ങനെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക? അവരുടെ പ്രവർത്തന രീതിയും സാമ്പത്തിക ഇടപാടുകളും പഴുതുകൾ അടക്കുന്നതായിരുന്നോ? അതുകൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. കീർത്തന, കാവ്യ, നീഷ്മ ഇവർ 3 പേരും ലഹരി വിൽപ്പനയ്ക്ക് തങ്ങളുടെ അധ്യാപനം എന്ന പ്രൊഫഷനെ ഒരു മറയാക്കിയിരുന്നോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. ലഹരി മരുന്ന് ആവശ്യമുള്ളവരുമായി ബന്ധപ്പെടാൻ ഇൻസ്റ്റഗ്രാമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. MDMA ആവശ്യമുള്ളവരിൽ നിന്നും QR കോഡിലൂടെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റുകയും പിന്നീട് ലഹരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ കൈമാറുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. അവിടെ എത്തി ആവശ്യക്കാർ സാധനം കൈപ്പറ്റണം. അങ്ങനെ ലഹരിക്കായി 2000 രൂപയുടെ ഇടപാടുകൾ മുതൽ വലിയ തുകകളുടെ ഇടപാടുകൾ വരെ ഇവരുടെ ട്രാൻസാക്ഷൻ ലിസ്റ്റിലുണ്ട്. കീർത്തനയുടെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 14 ലക്ഷം രൂപയും കാവ്യയുടെ അക്കൗണ്ടിൽ 5 മാസത്തിനിടെ 9 ലക്ഷം രൂപയുമാണ് ഇങ്ങനെ എത്തിയത്. 50,000 രൂപയ്ക്ക് 3,000 രൂപ മാത്രമാണ് ഒരാൾക്ക് കമ്മീഷനായി കിട്ടിയിരുന്നുവെന്നാണ് പോലീസിന് കാവ്യയും കീർത്തനും നൽകിയ മൊഴി. എന്നാൽ BRCയിൽ നിന്നും മാസം 11,000 രൂപ മാത്രം ശമ്പളം ലഭിച്ചിരുന്ന ഇരുവരും ഇതിലേറെ തുക ചെലവാക്കിയിരുന്നതായും ആഡംബര ജീവിതം നയിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാവ്യയാകട്ടെ സമീപകാലത്ത് ഒരു ആഡംബര കാർ സ്വന്തമാക്കിയിരുന്നു.
തന്റെ സഹോദരന്റെ കാറാണിതെന്ന് പറഞ്ഞാണ് ഇതവർ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ ഉറവിടം അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം അറസ്റ്റിലായ കീർത്തന ഇൻസ്റ്റഗ്രാം വഴി വൈറലായ ബൺ മസ്ക കട നടത്തിയിരുന്നു. വടകര കേന്ദ്രീകരിച്ചും പിന്നീട് പേരാമ്പ്ര ബൈപ്പാസിലുമായിരുന്നു കച്ചവടം. ബൺമസ്ക വൈറലായതിനാൽ ധാരാളമായി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എത്താറുണ്ടായിരുന്നു ഈ കടയിൽ. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആവശ്യക്കാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും ലഹരി കൈമാറാനും ഈ കട ഒരു കവറായി ഇവർ ഉപയോഗിച്ചിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൂടാതെ ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന പേരിലും ഫിറ്റ്നസ് വർക്ക്ഷോപ്പുകൾക്കെന്ന പേരിലും കീർത്തന നടത്തിയ ബംഗളൂരു മംഗലാപുരം യാത്രകളും MDMA കടത്തിനു വേണ്ടിയുള്ളതായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ സൂംബ പരിശീലക കൂടിയായിരുന്നു കീർത്തന. ലഹരിക്കെതിരെ സംഘടിപ്പിച്ചിരുന്ന ഔദ്യോഗിക ബോധവൽക്കരണ പരിപാടികളിലും യൂത്ത് ക്യാമ്പുകളിലും അതിന്റെ സെക്ഷനുകളും എല്ലാം ഇവർ നയിച്ചിരുന്നു. ഫിറ്റ്നസ് ക്യാമ്പുകൾ, സൂംബ ക്ലാസുകൾ, ഡാൻസ് പ്രാക്ടീസുകൾ എന്നിവയുടെ മറവിൽ ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് ഇൻസ്റ്റ വഴി അവരെ ഈ ശൃംഖലയിലേക്ക് എത്തിച്ചിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാവ്യയും നീഷ്മയുമാകട്ടെ അധ്യാപകരായിരിക്കെ ഇടത് അനുകൂല സംഘടനകളുടെ മുൻ ഭാരവാഹികൾ കൂടിയായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കളായിരുന്ന 3 പേരും ജീവിതത്തിൽ സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരായിരുന്നു. ഒരുപക്ഷെ ഈ കണക്ഷൻ തന്നെയായിരിക്കും ഇവരെ ലഹരി വിൽപ്പനയിലേക്കും ഒരുമിപ്പിക്കാനുണ്ടായ കാരണം. ചുരുക്കത്തിൽ അധ്യാപനത്തിന്റെയും അതിലുള്ള പൊതു സ്വീകാര്യതയുടെയും മറപിടിച്ച് ആരും സംശയിക്കില്ലെന്ന് കരുതി തുടങ്ങിയ ലഹരി കച്ചവടത്തിന്റെ ഇടനിലയാണ് കീർത്തനയുടെയും കാവ്യയുടെയും നീഷ്മയുടെയും അറസ്റ്റോടെ പൊളിഞ്ഞത്. കൂടാതെ ഈ 3 അധ്യാപകരും ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അതോടൊപ്പം പേരാമ്പ്ര BRC ഉൾപ്പെടെ ജില്ലയിലെ മറ്റു 15 BRCകളിലെയും താൽക്കാലിക ജീവനക്കാരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്താനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാർക്കോട്ടിക് സെൽ DYSP T ഉത്തംദാസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് കേസ് അന്വേഷണത്തിനായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. നിലവിൽ വടകര, എടച്ചേരി, പയ്യോളി സ്റ്റേഷനുകളിലെ അംഗങ്ങൾക്കൊപ്പം സൈബർ സെൽ, ജില്ലാ നാർക്കോട്ടിക് സെൽ എന്നിവയിലെ ഉദ്യോഗസ്ഥരും അടങ്ങിയതാണ് അന്വേഷണ സംഘം. അധ്യാപകർ വരെ അറസ്റ്റിലായ ഈ വമ്പൻ ലഹരി റാക്കറ്റിന്റെ വേരറുക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുമോ എന്നാണ് ഇനി അറിയേണ്ടത്.